ഈ അമ്മ അപ്പോൾ ഓരോ ഇപ്പോൾ ഈ സന്ദേശം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളോർക്കും അത് എൻ്റെ കാര്യമല്ലെന്ന്, പക്ഷേ ആ സന്ദേശത്തോട് ബന്ധപ്പെട്ട ആളിന് ദൈവം അടയാളം കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ സന്ദേശത്തിൻ്റെ പോക്ക്. ഒരു സന്ദേശം പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്ദേശത്തിന് ഉടയപ്പെട്ട ആൾക്കാരുണ്ട്, ഉടമസ്ഥരുണ്ട്. അവർക്ക് അതിൻ്റെ കോഡ് കൊടുക്കും. ഇത് നിന്നെക്കുറിച്ചാണ് പറയണതെന്ന്. എനിക്കറിയാൻ പറ്റത്തില്ല അയാളെ, പക്ഷേ ദൈവം അവരോട് പറയും, ഇപ്പം അച്ഛൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണ് പറയണത്, അത് നിന്നെക്കുറിച്ചാണെന്ന് പറയും. അവർക്ക് ബോധ്യം കിട്ടും. ഉടനെ അവൾ മകളോട് പറഞ്ഞു, വെയിറ്റ് 44 days, അമ്മ ഇതിനുള്ളിൽ സമാധാനം ഉണ്ടാക്കും. അപ്പോൾ ഉടനെ അവൾക്ക് ഒരു വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ സംപ്രേഷണത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷനുണ്ട്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കേട്ട്, ആ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ചില പൊട്ടന്മാർ, അത് ധ്യാനത്തിൽ പറയണതാണ്, ഞാൻ പറഞ്ഞ പ്രസംഗത്തിലൂടെ പറയുന്നതാണ്. ചില പൊട്ടന്മാർ 3 പുതുക്കിയിട്ട് തണുത്തിരിക്കും. അവർ ഓർക്കണം, അവരുടെ കർത്താവ് പറയുന്നു 4-ാം യാമത്തിലും ഞാൻ വരാമെന്ന്. വീട്ടില്ലേ, ആ കടലിൻ്റെ മീതെ കർത്താവ് വന്ന് എത്രയാണ്? 4-ാം യാമത്തിൽ. അത് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇത് അവൾക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമാണ്. 3 പുതുക്കിയിട്ട് തണുത്തിരിക്കണ ഞാനാണ്. അതുകൊണ്ട് വൈകുന്നേരം തന്നെ ഓഫീസിൽ നിന്ന്, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന്, നേഴ്സാണ്, ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അപ്പം തന്നെ രാത്രി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? മാതാവ് തലേ ദിവസം രാത്രി പറഞ്ഞായിരുന്നു നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്. ചെവി വന്ന് പതുക്കെ പറയും. എനിക്കത് നല്ല അനുഭവമുള്ളതുകൊണ്ട് എനിക്കത് കേട്ടാൻ പെട്ടെന്ന് മനസ്സിലാവും. ഇവളിങ്ങനെ വീണ് പോണ പരുവാകുമ്പോൾ അമ്മ രാത്രി ചെവി വന്ന് പറയും നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറയും. അതിവക്ക് വല്ലാത്ത ബോധ്യം കിട്ടും. അത് നമുക്ക് കേൾക്കാൻ പറ്റും. മലയാളത്തിൽ തന്നെ പറയണം മാതാവ്. നിങ്ങളവർക്കും ഹാലൂസിനേഷനാണ്, ഇല്യൂഷനാണ്. അത് നിങ്ങൾ പഠിച്ചതിൻ്റെ കുഴപ്പമാണ്. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതെന്ന് പറയണത് ദൈവാനുഭവം എന്ന് പറയണത് ദൈവം ഒരു വ്യക്തിയാണ്. എത്രയും ലളിതമായിട്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അത്രയും ലളിതമായിട്ടാണ്. ഈജിപ്തിൽ വെച്ച് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ആൾ വരണ എനിക്ക് കാണാം, നേരെ ഇങ്ങനെ വന്നത് കാണാം. അപ്പം ഞാനിങ്ങനെ ഒറ്റക്കൊരു മുറി കിടക്കണം, ഒരു വലിയൊരു മുറിയിൽ. മണി 3 ആയിട്ടുണ്ടെങ്കിൽ 5 മണിയുടെ വെളിച്ചമാണ് അവിടെ ഉള്ളത്. കയറി ഹോട്ടലിൽ കിടക്കുകയാണ്, നാട്ടിലേക്ക് പോകാൻ വേണ്ടി കിടക്കുകയാണ്. അപ്പോഴാണ് 3 പേരും കൊണ്ട് വരുന്നത്. അമ്മയ്ക്ക് നല്ല പൊക്കമുണ്ട്. ആ വരവ് കാണുന്ന രാജകീയമായ വരവാണ് വരുന്നത്. അവരുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത് വല്ലാത്ത പൊസിഷനാണ്. നമ്മൾ കാണുന്ന മാതാവല്ല, നമുക്കറിയാവുന്ന ഈ കുരിശിൻ ചവിട്ടിയിരിക്കുന്ന മാതാവല്ലേ, ആ മാതാവല്ലേ ഇപ്പോൾ ഉള്ളത്. ആ ഭൂസ്വലോകൻ രാജ്ഞിയായി മുടിതിരിപ്പിക്കപ്പെട്ട മാതാവില്ലേ, അതാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് അവർ വരണപ്പോൾ കാണാൻ പറ്റും. അവർ വന്നിട്ട് ഈ 4 വിരലെടുത്തിട്ട് വായിലൂടെ ഇങ്ങനെ കുത്തിക്കയറ്റും. അപ്പം അമ്മയുടെ എൻ്റെ തുപ്പൽ അമ്മയുടെ വായി പെടാതിരിക്കാൻ വേണ്ടി ഞാനൊരു അർത്ഥനിദ്രയിലാണ് ആ സമയത്ത്. ആളെ കാണാം, ഓർമ്മയുണ്ട്, ബോധമുണ്ട്, സ്വപ്നമല്ലത്. ഞാനിങ്ങനെ കൈ പിടിക്കുമ്പോൾ തുപ്പൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കൈ പിടിക്കും. അപ്പം എനിക്ക് വിസ്മയമുണ്ട്, പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. കാര്യം എന്തോ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളതല്ല. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ 10 ദിവസം രാത്രിയും പോലും കൊന്തയിലിയ ദിവസങ്ങളാണ്. 10 ദിവസം. ഇന്നിപ്പോൾ ചില അണ്ണന്മാർ കൊന്തൊക്കെ പകരം കരുണ നമസ്കാരം മതിയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വിഡ്ഢിത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് ദൈവം എന്താണ്, ആധ്യാത്മിക അനുഭവം എന്താണ്, ജപമാല എന്താണ്, ജപമാലയുടെ ഉള്ളടക്കങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് വ്യക്തിപരമായ അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് അവർ താത്വികമായിട്ടൊക്കെ സംസാരിക്കുന്നത്. നോൺസെൻസ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന എല്ലാം സത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ മുമ്പിൽ ഞാൻ കിടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും 2 പേര് കിടപ്പുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ ഒരു സാക്ഷ്യമാണിത്. അപ്പുറത്തും ഇപ്പുറത്തും 2 പേര് കിടപ്പുണ്ട്. ഇപ്പോൾ ഒരാളെ എനിക്കറിയാം, അത് ജോൺ മേരി വിയാനിയെപ്പോലെ ഇരിക്കുകയാണ്, വികാരച്ചന്മാരുടെ പുണ്യാളന്. അത് മധ്യസ്ഥന്. ഇപ്പോഴത്തെ ഉള്ളത് വേറെ ആൾ, ഒരു പുണ്യാളനാണ്, പക്ഷെ എനിക്കറിയത്തില്ല ആളാ. പക്ഷേ ഞാൻ അതിനുശേഷം സംഭവിക്കുന്ന വിഷയങ്ങൾ എന്താ? അതിനുശേഷമാണ് ഈ പ്രസംഗങ്ങളും അടയാളങ്ങളും. ഇപ്പം തന്നെ കൃപാസനം യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം അലക്സിസ്റ്റം പറയുമായിരുന്നു, ആകുമ്പോൾ 50 കോടി വ്യൂവേഴ്സാണ് ഉള്ളത്. 50 കോടി ആൾക്കാരാണ് ഇത് കണ്ടിരിക്കുന്നത്. അത്രയും കണ്ടതെല്ലാം ഇങ്ങനെ പരന്ന് പോകാനുള്ള കാരണം എന്താണ്? അന്നത്തെ ആ സമാഗമമാണ്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ പല ഉടമ്പടി എടുത്തിരിക്കുന്നത് ആ പഴയ ഫോർമാറ്റിലാണ് എടുത്തിരിക്കുന്നത്. ഒക്കട്ടെ കിട്ടിയ കൂട്ടി പോയ ചട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. അവർക്കാണ് ഇങ്ങനെ കുരഞ്ഞ് കിടക്കണത്.
അല്ല സത്യസന്ധമായിട്ട് വിശ്വസ്തതയുടെ ഉടമ്പടി എടുത്തവന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാര്യം ഒരു ദിവസം 30 സാക്ഷ്യങ്ങളാണ് ഈ ആൾക്കാരെ പറയണത്. അപ്പം എന്ന് പറയുമ്പോൾ ഈ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങളെല്ലാം സത്യമായ കാര്യങ്ങളാണ്. പക്ഷെ സത്യമായ കാര്യങ്ങളാണെന്ന് നിങ്ങളുടെ പ്രവർത്തനം കണ്ട ദൈവത്തിന് തോന്നണം. ആ ദൈവത്തിന് തോന്നാത്ത കൊണ്ടാണ് നിങ്ങളിങ്ങനെ തണുത്തിരിക്കണത്. അപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്താ സംഭവിക്കണത്, എനിക്ക് ട്രാൻസ്ഫർ ആണെന്ന് എൻ്റെ മെത്രാൻ പറയും. ഞാൻ ട്രാൻസ്ഫറിൻ്റെ ആയ പള്ളിയിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത് ഒരു പള്ളി പൊളിച്ചിട്ടിരിക്കണത്. ആ പള്ളി പണിയാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പള്ളി വരുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ സ്വീകരിക്കുന്നതിന് പകരം 1-2 പേര് പറയുകയാണ്, അച്ഛാ പിരിവാണെങ്കിൽ നടക്കത്തില്ല, വീട്ടിൽ വന്നാൽ 5 പൈസ തരത്തില്ല, ഞങ്ങൾക്ക് കൊടുക്കാനുള്ള കാശില്ല, ഞങ്ങൾ നേരത്തെ കൊടുത്തെന്ന് പറയും. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്വീകരണം അതാണ്. അപ്പം ഞാൻ പിറ്റേ ദിവസം പറഞ്ഞ്, ഞാൻ ഒരു മനുഷ്യൻ്റെ ഇടയ്ക്ക് ഒരു വീട്ടിലും പിരിവിന് വരത്തില്ല, പക്ഷേ നിങ്ങൾ പൈസ ഇവിടെ കൊണ്ടുവന്ന് തരുമെന്ന് എനിക്കറിയാമെന്ന് പറയും. എന്താ കാര്യം, ഞാൻ ആൾക്കാരെ മാതാവിന് തിരുക്കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യ ജപമാല നടത്തി. അന്ന് മുതൽ എന്താ പറഞ്ഞ്, നിങ്ങൾക്ക് കിട്ടാക്കടങ്ങളെല്ലാം തിരിച്ച് കിട്ടാൻ പോകുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ പണങ്ങളും നഷ്ടപ്പെട്ട കാശും നിങ്ങൾ എഴുതിത്തള്ളിയ കാശും നിങ്ങൾക്ക് ദൈവം തിരിച്ചു തരാൻ പോകുകയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു സെബാസ്റ്റ്യൻ പരിച്ചേരി എന്നും പറഞ്ഞൊരു മനുഷ്യൻ വന്നും പറഞ്ഞ് 4 ലക്ഷം രൂപ ആയിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? എനിക്ക് 8 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, എനിക്ക് തരാണ്ടായിരുന്നൊരു വ്യക്തി, അത് ഞാൻ എഴുതി തള്ളിയതാണ്, അയാൾ ഇന്നലെ കൊണ്ടുവന്ന് തന്നത്. 4 ലക്ഷം അച്ഛൻ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പണി തുടങ്ങിയെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പള്ളി പണിയും, എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ദൈവത്തെ കൊണ്ട് നിങ്ങളുടെ ജീവിതം പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന വിഷയം എന്ന് പറയണത്, നമ്മൾ ദൈവ തിരുസന്നിധി നിൽക്കുമ്പോൾ ഇപ്പം തന്നെ എന്താ വിഷയം, ഞാനിപ്പോൾ ഈ ഇടവക ചാർജ് എടുക്കാൻ വരുമ്പോൾ ഞാൻ ചാർജ് എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ഇടവകയുടെ മധ്യസ്ഥൻ ആരാണ്? ആ ഇടവകയുടെ മധ്യസ്ഥൻ ഔസേപ്പിതാവാണ്. പക്ഷേ ഔസേപ്പിതാവിൻ രൂപത്തിനടുത്ത് ഞാൻ വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണത്, ഈജിപ്തിൽ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞ കക്ഷി എനിക്ക് മനസ്സിലാകാതിരുന്ന കക്ഷി ഇതാണ്. അപ്പം നിങ്ങൾ ഓർക്കും എനിക്ക് ഔസേപ്പിതാവിനെ മനസ്സിലാകത്തില്ലെന്ന്. എനിക്ക് ഔസേപ്പിതാവിനെ മനസ്സിലാകും, പക്ഷേ ഈജിപ്തിൽ കിടന്നുറങ്ങിയ ഔസേപ്പിതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു പരിചയമുള്ള ആളല്ല. പക്ഷേ അതേ രൂപം തന്നെയാണ് ഈ പള്ളി ഇരിക്കുന്നത്, ഞാൻ ചെന്ന പള്ളി ഇരിക്കുന്നത്. അപ്പം അമ്മ എന്താ പറഞ്ഞത്, വികാരത്തിൻ്റെ പുണ്യാളെ കാണിച്ചിട്ട് ഈ പള്ളിയിട്ട് വികാരിയായിട്ട് നിന്നെ വിടുകയാണ്. ഈ പള്ളി അവിടെ ചെന്ന് നീ വിഷമിക്കൊന്നും വേണ്ട, പള്ളി ഞാൻ തന്നെ പണിതുള്ളൂ, നീ വിഷമിക്കേണ്ടത് എന്താണ്? എന്നിട്ട് ഈ കൈ വായിലിറക്കി തന്നിട്ട് എന്ത് അധികാരമാണ് അമ്മയ്ക്ക്? അന്ന് മുതലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ സിമ്പിളായിട്ട് സംസാരിക്കും, ജീവിതത്തെ ബന്ധിയായി സംസാരിക്കും, ഞാൻ സംസാരിക്കേണ്ട കർത്താവ് ഏറ്റെടുക്കും, അത് നിങ്ങൾക്ക് ഫലമായി തീരും. അങ്ങനെ നമ്മൾ ദൈവത്തിൽ ജീവിക്കും. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. മഹത്വം, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദ്യമായി ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. എൻ്റെ അമ്മ തന്ന വലിയ വലിയ അനുഗ്രഹങ്ങൾ. എൻ്റെ പേര് മഞ്ജുകോശി. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വിയ്യപുരം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. ആദ്യമായിട്ട് എൻ്റെ അമ്മ മാതാവ് തന്ന വലിയ അനുഗ്രഹമെന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടിരുന്നു നേഴ്സിങ്ങിൻ്റെ. ആദ്യം ഞാൻ എടത്വ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു സ്ഥാപനമായിരുന്നു ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് പുതുപ്പള്ളിയിലിട്ടു. അത് എനിക്ക് വലിയ ഇതൊന്നും ആയിട്ടില്ലായിരുന്നു. എങ്കിലും ഞാൻ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന്
2023 ഉടമ്പടി എടുത്ത് ഈ പുണ്യഭൂമിയിൽ എന്ന് ഞാൻ കാലുകുത്തി അന്നു മുതൽ അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹത്തിൻ്റെ പെരുമഴയായി തന്നു. ഞങ്ങൾ ഫെബ്രുവരി 12 2024 ഫെബ്രുവരി 12 ചങ്ങനാശ്ശേരിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടു. ഞാൻ 10 വന്നു, അച്ഛനെ കണ്ടു, ബ്ലെസ് ചെയ്തു. 11 രാത്രി വരെ എനിക്ക് 110 കുട്ടികളായിരുന്നു വേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പണിങ്ങിൽ എനിക്ക് 11 വൈകിട്ട് വരെ 70 കുട്ടികളെ ഉള്ളായിരുന്നു. ഞാൻ വളരെയേറെ ഭാരപ്പെട്ടു. അമ്മ മാതാവിനോട് തൈലവും ഉപ്പും ഇട്ടു പ്രാർത്ഥിച്ചു. രാവിലെ ഓപ്പണിംഗ് സമയത്ത് എനിക്ക് 110 കുട്ടികളെ വേണ്ടിടത്ത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് 130 കുട്ടികളെ തന്ന് അനുഗ്രഹിച്ചു. അതിന് ഞാൻ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു. അച്ഛനെ കണ്ട് ബ്ലെസ് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, കാശ് രൂപം തന്നു, ഇത് കൊണ്ടുപോയി ഉപ്പുമിട്ട് പ്രാർത്ഥിച്ച് താക്കോലും വെഞ്ചരിച്ച് തന്നിരുന്നു. അതിനുശേഷമാണ് എനിക്ക് 130 കുട്ടികളെ അമ്മ മാതാവ് തന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ, ഞാൻ മകനെ പഠിപ്പിക്കാനായിട്ട് വിദ്യാഭ്യാസ ലോൺ എടുത്തായിരുന്നു. 3 ലക്ഷം രൂപ എടുത്തെടുത്ത് എനിക്ക് 5,30,000 രൂപ ജപ്തി നോട്ടീസായി വന്നു. ആദ്യം വന്ന് ഞാനതൊന്നും കാര്യമാക്കിയില്ല. രണ്ടാമതും വന്ന് കാര്യമാക്കിയില്ല. മൂന്നാമത് വന്നു. ഞാൻ ബാങ്കിൽ നിന്ന് വന്ന ജപ്തി നോട്ടീസുമായി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛനെ കണ്ടു, ബ്ലെസ് ചെയ്തു. അച്ഛൻ കാശ് രൂപം തന്നു. നീ ധൈര്യമായി പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ ആ കാശ് രൂപമായി ബാങ്കിലേക്ക് പോയി. എനിക്ക് 5,30,000 രൂപ അടയ്ക്കേണ്ടിടത്ത് എൻ്റെ അമ്മ മാതാവ് 1.5 ലക്ഷം രൂപ എനിക്ക് അടച്ച് എൻ്റെ ലോണ് ക്ലോസ് ആക്കി തന്നു. എന്നോട് ആദ്യം ഞാൻ ചെല്ലുമ്പം മാനേജർ പറയും, അടച്ചേ പറ്റത്തുള്ളൂ, ഒരു വിട്ടുവീഴ്ചയില്ലെന്ന്. ആ മാനേജർ എന്നോട് ചോദിച്ചു, എത്ര രൂപ നിങ്ങൾക്ക് അടയ്ക്കാമെന്ന് ചോദിച്ചു. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, 1.5 ലക്ഷം രൂപയിൽ നമുക്ക് അടച്ച് ക്ലോസ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവും ഈശോയും അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായി തന്നതിന് കോടാനുകോടി നന്ദി മാതാവിനോടും ഈശോയോടും ഞാൻ പറയുന്നു. മൂന്നാമതായി എനിക്കൊരു വീട് ഉണ്ടായിരുന്നു. അത് 2018 പ്രളയം വന്നപ്പോൾ മൊത്തവും പോയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ നിന്നും പഞ്ചായത്തിനുമായി എനിക്കൊരു വീട് തന്നു. എൻ്റെ കയ്യിൽ സാമ്പത്തികമൊന്നുമില്ലാത്തത് കൊണ്ട് ഞങ്ങളത് വലിയ പൊക്കമൊന്നുമില്ലാതെ ആണ് അന്ന് ഭവനം പണിതത്. വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് എപ്പം വെള്ളം പൊങ്ങിയാലും എൻ്റെ വീട്ടിൽ വെള്ളം കയറുകയും ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് വേറെ സ്ഥലങ്ങളിൽ പോവുകയും സാധനങ്ങളൊക്കെ എപ്പോഴും മാറ്റുകയും ചെയ്തു. വളരെയേറെ ഭാരപ്പെട്ടു. ഞാനിവിടെ വന്ന് നിയോഗത്തിൽ അമ്മയോട് വെച്ചു, അമ്മ മാതാവ് എനിക്ക് സ്വപ്നം കാണാത്ത വിധത്തിലൊരു വീട്, 2 നില വീട് തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിന് ഞാൻ അമ്മ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യം ആ വീട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബന്ധത്തിലുള്ള ഒരാൾ പറഞ്ഞു, ഞങ്ങൾ തന്ന് സഹായിച്ചോളാം എന്ന് പറഞ്ഞു. അവസാന നിമിഷമായപ്പോൾ അവർ കൈയൊഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡും മകനും വളരെയേറെ നിരാശപ്പെട്ടു. എവിടുന്ന് തുടങ്ങും, എവിടുന്ന് അവസാനിക്കുമെന്നും അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവ് ഇത്രത്തോളം തന്നില്ലേ, ഒരു വാതിൽ അടയുമ്പോൾ 9 വാതിൽ എൻ്റെ ഈശോയും മാതാവും തുറക്കുമെന്ന്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായി ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു വീട് തന്ന് എൻ്റെ അമ്മ മാതാവ് ഈശോയും എന്നെ അനുഗ്രഹിച്ച്. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല.
അതിന് എൻ്റെ അമ്മ മാതാവിനോട് ഈശോയോട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എല്ലാം ഞങ്ങളുടെ ആരുടെയും വലിയ ഇതൊന്നും അല്ല, ഞങ്ങൾക്ക് ആരും തന്ന് സഹായിക്കാൻ. അതെല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഞാൻ എന്ന് ഈ പുണ്യഭൂമിയിൽ കാലുകുത്തി, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവമക്കളെ ഒത്തിരി സങ്കടങ്ങളും സഹനങ്ങളും ദുരിതങ്ങളും നിന്ദകളും പരിഹാസങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുടുംബവും ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്നതിന് ശേഷം എൻ്റെ അമ്മ മാതാവ് എനിക്ക് വലിയേറിയ അനുഗ്രഹങ്ങളാണ് തരുന്നത്. ഒരു ഭാഗത്തൂടെ സഹനങ്ങൾ തരുമെങ്കിലും ഒരു ഭാഗത്തൂടെ അമ്മ മാതാവ് വലിയേറിയ അനുഗ്രഹത്തിൻ്റെ പെരുമഴയാണ്. എനിക്ക് എത്ര പറഞ്ഞാലും മതി വരാത്തതുപോലാണ് എൻ്റെ അമ്മ മാതാവ് ഈശോയും എനിക്ക് തരുന്നത്. ഞാൻ ഏതൊരു കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അമ്മ മാതാവിൻ്റെ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ അമ്മ മാതാവ് എനിക്ക് അത്ഭുതകരമായി നടത്തി തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വസ്തു മേടിച്ചിട്ട് 10-13 വർഷമായിരുന്നു. എനിക്ക് വഴിയില്ലായിരുന്നു, നടന്നു പോകാനും ഒരു ചെറിയ ആക്റ്റീവ വരാൻ ഉള്ള വഴിയേ ഉള്ളായിരുന്നു. അതും ഞാനിവിടെ അച്ഛനോട് വന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചു, എനിക്ക് കാശ് രൂപം തന്നു. അതുകൊണ്ട് അവിടെ വെഞ്ചരിച്ച കാശ് രൂപം കുഴിച്ചിടുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും എനിക്ക് തടസ്സമായി കിടന്ന വഴി അത്ഭുതകരമായി ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ കാറ് എൻ്റെ മുറ്റത്ത് വരും. അതുപോലൊരു വഴി എൻ്റെ അമ്മ മാതാവ് എന്നെ തന്ന് അനുഗ്രഹിച്ചു. അതിനും ഞാൻ അമ്മ മാതാവിനോട് കോടാനുകോടി നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല ദൈവമക്കളെ. പിന്നെ ഞാനെല്ലാ ദൈവമക്കളെ ഒരു കാര്യം, ഞാനിവിടെ എല്ലാ മാസവും ലാസ്റ്റത്തെ ശനിയാഴ്ച രാത്രിയിൽ അഖണ്ഡ ജപമാലയ്ക്ക് വരും. ആ സമയത്ത് ഞാനിങ്ങോട്ട് വന്ന വഴി വലിയൊരു ആക്സിഡൻറ്റ് പറ്റി. എൻ്റെ കൂടെ വന്നവർ ഇങ്ങ് പോന്നു. ഞാൻ അവരുടെ ഒപ്പം പിടിക്കാൻ വേണ്ടി വണ്ടി ഇച്ചിരി സ്പീഡിൽ വിട്ടു. ഞാനൊരു പാണ്ടി ലോറിയുടെ സൈഡിലായിരുന്നു. പാണ്ടി ലോറിയുടെ ലാസ്റ്റത്തെ ടയറ് എൻ്റെ കാലിലൂടെ കയറി ഇറങ്ങി. ആ സമയത്ത് എൻ്റെ വണ്ടിയിൽ എൻ്റെ അമ്മ മാതാവിൻ്റെ തൈലമുണ്ടായിരുന്നു. എൻ്റെ പുറകിൽ ബ്ലോക്കായ വണ്ടിക്കാരെല്ലാം ഓടി വന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം, ആംബുലൻസ് പിടിക്കാം. ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ വണ്ടിയിൽ അമ്മ മാതാവിൻ്റെ തൈലമുണ്ട്, അത് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അത് തോത്തു. ഞാൻ ആ കാലും വെച്ചു വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് കൃപാസനത്തിൽ വന്നു. അഖണ്ഡ ജപമാല കൂടി വെളുപ്പിനെ 4 മണിക്കാണ് വീട്ടിൽ ചെന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നു ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തു. അതും വലിയ അത്ഭുതമെന്ന് പറയട്ടെ, ഭയങ്കര അത്ഭുതമായിരുന്നു. ആ പാണ്ടി ലോറിയുടെ ടിപ്പർ കയറിയ എൻ്റെ കാലിൽ കുഞ്ഞാം വിരലിന് മാത്രം ഒരു ചെറിയ ചതവേ ഉള്ളായിരുന്നു. അവിടുന്നും എൻ്റെ മാതാവ് ഈശോയും എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ സഹായിച്ചു. കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം വാങ്ങിക്കും. ഞാൻ എല്ലാ മാസവും ആദ്യ ചൊവ്വാഴ്ച വന്ന് 2-3 കെട്ട് പത്രം വാങ്ങിച്ച് ഞാൻ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകും. ആദ്യമൊക്കെ പത്രം ഞാൻ കൊണ്ടു നടക്കുമ്പോഴത്തേക്ക് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എന്നോട് പലരും പറഞ്ഞ് എൻ്റെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു എൻ്റെ വെളുത്ത മുടി ഒന്ന് കറപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും കാണുന്നവരെല്ലാം നമ്മളെ കളിയാക്കുമായിരുന്നു. വലിയ എങ്കിലും അങ്ങനെ നമ്മളെ നിന്ദിച്ചെടുത്ത് പരിഹസിച്ചെടുത്തുമാണ് എൻ്റെ കർത്താവ് എൻ്റെ അമ്മ മാതാവും മാനിക്കത്തക്ക വിധം വിളിച്ച് എന്നെ ഇത്രത്തോളം ഉയർത്തിയ വൻകൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ആത്മീയവചനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും വന്ന് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ അടുത്തിരിക്കുന്നവരോട് എനിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ പറയുകയും ഞാൻ അങ്ങനെ 5-6 പേരെയൊക്കെ വെച്ച് ഒരു നമ്പർ മേടിച്ച് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. കൃപാസന ഗ്രൂപ്പ് എന്ന് പറയുന്നതിൻ്റെ അഡ്മിനായി. എനിക്ക് ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ 70 പേരുണ്ട്.
എനിക്ക് അങ്കമാലി, എറണാകുളം, ഇരിഞ്ഞാലിക്കുട, ഹരിപ്പാട്, അങ്ങനെ ആലുവ, ഒത്തിരി ഇടത്തുള്ള സഹോദരിമാരുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും വണ്ടാനം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ 450 പൊതിച്ചോറ് കൊടുക്കുവാൻ മാതാവ് ഈശോയും ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ പോകും, അമ്മച്ചിമാർക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കും, അവർക്ക് ഫുഡ് കൊടുക്കും, അങ്ങനെയും ചെയ്യുന്നതുണ്ട്. അമ്മ മാതാവ് തന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല. എന്നെ ഒന്നുമില്ലാഴികയിൽ ഇത്രത്തോളം ഉയർത്തി അത്ഭുതകരമായി അതിശയമായി നടത്തുന്ന എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. Praise the Lord. Lots and lots of thanks to Mother Mary and Jesus Christ. I am Anju Thomas. I am coming from Ahmedabad. I am working as scientist in ISRO. I am in this covenant life from 2017 onwards. This job also is a blessing from Mother Mary only. I have given my first testimony in 2022 in this altar itself. Now also Mother Mary has given a second chance for me to give. Thanks to Mother Mary. And now also I have a list of miracles that God has given me. First miracle is like about my promotion. So my promotion is not like as the time goes on we will get directly. It is I have to go through a screening process and an interview also. By God's grace, I successfully completed that review, and from next July onwards, I will be the next level. And I am continuously wearing the locket given, blessed by Father Joseph. And second miracle is like a conference. I wish to attend a conference, IEEE, sponsored by IEEE. It was accepted. My paper was accepted for the conference, but my center director rejected that. I became sad and I approached him again personally for requesting for approval, but he denied it again. Then I became sad, but still I was continuously praying at the morning and evening along with the covenant prayer. I was carrying this conference paper in my hand and I was praying continuously. And after around 2 weeks, he himself took that paper and he accepted, and he called my deputy director and informed him that I have approved Anju's conference paper and now she can present it. And I still believe, because without any request, he approved it, and this is from the blessing of Mother Mary only. And third is around the mid of November, I was continuously for 2-3 days, I was having a dream that I am in hospital. So I became confused what it is. I told my husband and my mother, I am seeing this dream for 2 days continuously, like I am in hospital. I don't know why. And after around 2 weeks, in 26 November 2025, I was going to my office and I was approaching towards my office. Suddenly somebody I was in scooter, and somebody hit me from behind, and it was such a strong hit that I became unconscious within one hit itself. And for around half an hour I was not knowing who hit me, where I fall down, nothing I was knowing. And I became conscious when I was in hospital. And I became fully conscious. Till now I don't know what happened, where I fall down, nothing I don't know. And doctor examined me very well, and CT scan, MRI scan, everything was done. Everything was normal for me, other than simple scratches. Not even fractures was also not there. So I am believing that it is from the blessing of Mother Mary, because I am wearing it continuously. That locket is helping me every time. It is doctor himself told that you are blessed because you don't have any issue. If someone see my helmet or shoes,
they would have thought, "Arey, this girl is gone." But nothing happened to me. It is the blessing from Mother Mary and Jesus only. And the fourth blessing is like in 2016. That means before I started my covenant life in 2016, I was having I had a surgery. Like I had a lump on my head, and a surgery was done, and it became cured. And from 2017, I had a lump behind my right ear. It was growing. And parallelly, I was thinking, okay, I can do operation also. But at the same time, with the covenant prayer, morning and evening, I used to apply that covenant oil, applying that covenant oil continuously. And once it surprised me, but that it got disappeared without any operation, without any medicine, nothing I have done, but it disappeared by itself. I have applied covenant oil only. So I still believe that Mother Mary has made it. One more lump is also there. I'm applying for that also. I'm thinking I can do the testimony again in the next time with more miracles in my life. So I have experienced many more miracles, but with the time constraint, I'm not able to explain it fully. Next, about my missionary activities. I am in Ahmedabad, and whenever I come here, I purchase Hindi papers and distribute there in my premises. And my mother comes every month, and she distributes from her side. In Malayalam newspaper, she distributes here. And compassionate activities. I used to visit a home for mentally retarded people. I visited them directly and financially supported them. And along with that, with my relative side or neighbor side, whoever in need, from whatever is possible from me, I used to help them financially. And anyway, thank you so much for all the miracles are happened and still happening in my life. Thank you, Jesus. Lots and lots of thanks to Mother Mary and Jesus.